പണ്ട് നമ്മൾ ചെറുതിൽ തൊട്ട് കണ്ണടച്ച അമ്മ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നത് ആദ്യമേ കണ്ണനെയും ബാക്കി ഫലമൂലാദികളും ഒക്കെയാണ്. പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും ഫലമൂലാദികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം തന്നെ ഭഗവാന് കൊടുക്കുക. ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഒക്കെ അങ്ങനെ ഭഗവാനെക്കാട്ടും കൂടുതൽ പ്രകൃതിയെയാണ്. പ്രകൃതിയിൽ ഭഗവാനുണ്ട്. നമസ്കാരം, മെട്രിക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങളും കണി ഒരുക്കങ്ങളും അതുപോലെ തന്നെ വിഷുക്കണിയിൽ കണ്ണനുള്ള പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ കുബേരൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം നല്ല റെസ്പോൺസുകളാണ് വന്നത്. അപ്പോൾ കുറേ പേർക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ കുറേ പേര്, അതായത് എനിക്ക് ഏകദേശം ഒരു 10,000 മെസ്സേജിനപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി വരാൻ കുറച്ച് പാടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഓരോ ഡേറ്റ് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റിൽ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അവരുടെ ആസ്ട്രോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറയാം. അതുപോലെ തന്നെ വിഷു സംബന്ധമായിട്ടും ഒക്കെ അർച്ചന ചെയ്യേണ്ടവർ, അതായത് ഇപ്പോൾ നാളെ ക്ഷേത്രം തുറക്കും. അപ്പം അർച്ചന കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് കുടുംബാർച്ചനയായിട്ടൊക്കെ കഴിക്കേണ്ടവർ നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാനത് ചെയ്തോളാം. അപ്പം മാക്സിമം വെള്ളിയാഴ്ചയ്ക്ക് ഇപ്പുറത്തേക്ക് അയയ്ക്കുക ബാക്കിയുള്ളവരുടെ, അതായത് ശനിയാഴ്ചയാണ് ബാക്കി ഈ ജലധാരയൊക്കെ കഴിക്കുന്നതേ. അപ്പോൾ അയച്ചാൽ മതി. അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷുവിൻ്റെ കണിയൊരുക്കത്തിലേക്കും നമ്മുടെ കണ്ണൻ്റെ കാര്യത്തിലേക്കും ഒക്കെ വരാം. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയം കുറേ പേർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഭഗവാന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിഷുവിന് കണ്ണനെ എന്തിനാണ് കണിയായിട്ട് അവിടെ വയ്ക്കണത് എന്നുള്ളത്. കാരണം നമ്മൾ കണി കാണുന്നത് ആദ്യം കണ്ണനെ ആയിരിക്കും അല്ലേ, കണിയും. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന്, അപ്പോൾ നമ്മൾ ആദ്യമേ രാവിലെ, ഇപ്പോൾ പണ്ട് നമ്മൾ ചെറുതിൽ തൊട്ട് കണ്ണടച്ച അമ്മ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നത് ആദ്യമേ കണ്ണനെയും ബാക്കി ഫലമൂലാദികളും ഒക്കെയാണ്, ഫലങ്ങളും അല്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്തായിരിക്കും, കണിക്കൊന്ന അല്ലേ. നമുക്കൊരു തലേ ദിവസം തന്നെ വിഷു ആ നേരത്ത് നമ്മളെല്ലാവരും ഫസ്റ്റ് വിചാരിക്കണം കണിക്കൊന്ന അല്ലേ, ഒന്നുമില്ലെങ്കിലും കണിക്കൊന്ന വേണം, അതല്ലേ, അങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണനെ വെക്കണം എന്താണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കും പണ്ടൊക്കെ മുത്തശ്ശിയൊക്കെ പറയാൻ നേരത്തും ഈ കണ്ണൻ്റെ കാര്യം, കണ്ണനെ വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനും കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കണത് കൈനീട്ടം മേടിക്കണം അല്ലേ, എങ്ങനെയെങ്കിലും കുറച്ച് 10 രൂപ ഉണ്ടാക്കിയിട്ട് പടക്കം മേടിക്കണം എന്നുള്ളതായിരിക്കും പണ്ടത്തെ ഒരു വിചാരം. അപ്പം അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ, കണ്ണനെ എന്തിനാണ് വെക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ എനിക്കൊരു സംശയം ഉണ്ടായി. അപ്പോൾ എൻ്റെ ഗുരുവും ആചാര്യനും കൂടിയൊക്കെ ആയ തന്ത്രിയും ക്ഷേത്രതന്ത്രിയൊക്കെ ആയ PK ഈശ്വരൻ നമ്പൂതിരി, ഈശ്വരൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്തിനാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണ് കൃഷ്ണനെ നമ്മൾ കണിയിൽ ഉൾപ്പെടുത്തി, ഭഗവാൻ കൃഷ്ണനെയാണ് നമ്മൾ കണി കാണുന്നത് എന്തുകൊണ്ടാണ്. അതായത് അദ്ദേഹം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭാഗവതത്തിൽ പണ്ട് പറയുന്നുണ്ട് പ്രകൃതിയെയാണ് നമ്മൾ പൂജിക്കേണ്ടതെന്ന് പറയുന്നു. നമ്മൾ കാണുന്ന ഭഗവാനെക്കാട്ടും കൂടുതൽ പ്രകൃതിയെയാണ്. പ്രകൃതിയിൽ ഭഗവാനുണ്ട്. അതുപോലെ തന്നെ ഗോവർദ്ധന പൂജ നടത്തിയതാണ് വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ. പ്രകൃതിയെ സ്നേഹിക്കാനും പൂജിക്കാനും പഠിപ്പിച്ച വിഷ്ണുവിൻ്റെ അവതാരമാണ് കണ്ണൻ അല്ലെ കൃഷ്ണൻ. അതുകൊണ്ടാണ് നമ്മൾ കണി ഒരുക്കാൻ നേരത്ത് ഭഗവാൻ കൃഷ്ണനെ അതിൽ വെക്കണത്. അപ്പോൾ കണ്ണനെ കണ്ടുതൊട്ട് തന്നെയാണ് നമ്മുടെ തുടക്കം. പണ്ടത്തെ കാര്യത്തിൽ, അതായത് പണ്ടത്തെ ഇതൊക്കെ വെച്ചിട്ട് വിഷുവിൻ്റെ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ. അതുവരെ നമുക്ക്
ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ്. വിഷു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വസന്തകാലമാണ് അല്ലേ. എല്ലാം മരങ്ങളൊക്കെ പൂക്കും, കായ്കളൊക്കെ ഉണ്ടാവും. അതുപോലെ പാടത്തും അങ്ങനെയുള്ള എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇത് കഴിയുമ്പോൾ അല്ലേ നമുക്ക് ഫലങ്ങളെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മേടമാസപ്പുലരി, മേടം 1-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. രാവിലെ കണി കണ്ട് നാളത്തെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 3:12 മുതൽ രാവിലെ 5 മണി വരെയാണ് നമുക്ക് കണി കാണാൻ പറ്റിയ ഏറ്റവും ശുഭമുഹൂർത്തം. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലൊക്കെ പോയി കാണാം. നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. രാവിലെ വെളുപ്പിനെ 3:11 AM കഴിഞ്ഞു 5 മണി വരെ നമുക്ക് കാണാം. കണ്ണടച്ചൊക്കെ പോയി. അപ്പം പിന്നെ നമ്മൾ 2 കാര്യങ്ങളുകൂടി ശ്രദ്ധിക്കുക. വെജിറ്റേറിയൻ ആകാൻ ശ്രമിക്കുക. ഇന്ന് വൈകിട്ട് തൊട്ട് തന്നെ വീട്ടിൽ വെജിറ്റേറിയൻ തന്നെ ആവുക. നാളെ തീരണ വരെ മാക്സിമം അത് വെജിറ്റേറിയൻ ആയി തന്നെ ഉപയോഗിക്കുക. നോൺ വെജിറ്റേറിയൻ ഒന്നും ഉപയോഗിക്കാതെ ഒന്ന് നോക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ പ്രകൃതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും വിഷു കാര്യങ്ങളൊക്കെ വരുന്നത്. പണ്ടൊക്കെ പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും ഫലമൂലാദികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം തന്നെ ഭഗവാന് കൊടുക്കുക. ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഒക്കെ അങ്ങനെയാണ്. കാർഷികമായിട്ടുള്ള കാര്യങ്ങളുള്ളത് ആദ്യം കൊണ്ടുപോയിട്ട് ഭഗവാനല്ലെങ്കിൽ ഭഗവതിക്ക് സമർപ്പിക്കാറുണ്ട്. അങ്ങനെയല്ലേ? കുറേ പേർക്കറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പം ഭഗവാനൊന്ന് കൊണ്ടു കൊടുക്കുക, എന്നിട്ട് നമുക്ക് എടുക്കാം അല്ലേ. ആയിട്ടൊരു വാഴ കുലച്ചിതായി വരാൻ നേരത്ത് നമ്മൾ ഭഗവാന് സമർപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ കൃഷ്ണൻ നമ്മളെ പണ്ട് പഠിപ്പിച്ചത് പ്രകൃതിയെ പൂജിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണനെ നമ്മുടെ വിഷുക്കണിയിൽ നമ്മൾ കണി കാണുന്നതും ഭഗവാനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ വിഷുക്കണിയിൽ കാണുന്നത് നമ്മുടെ പ്രകൃതിയിലെ വിളവെടുപ്പ് തന്നെയാണ് കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ 90% നമ്മളിപ്പോൾ കണി കാണുന്ന വസ്തുക്കളിലെ കളറ് മഞ്ഞ കളറായിരിക്കും. ഇപ്പോൾ സ്വർണ്ണ നിറമുള്ള കണിക്കൊന്ന, കണി വെള്ളരി, മഞ്ഞ വസ്ത്രം, അതായത് മഞ്ഞപ്പട്ടണിഞ്ഞ കണ്ണനാണ് അല്ലേ. രാവിലെ നമ്മൾ കണി കാണാൻ നേരത്ത് മഞ്ഞപ്പട്ടണിഞ്ഞ കണ്ണനെയാണ് നമ്മൾ കണി കാണുന്നത്. പണ്ടത്തെ ആൾക്കാർ ഇപ്പോൾ കോയിനാണ് വെക്കുന്നതിന് പകരമായിട്ട് പണ്ട് സ്വർണ്ണ കോയിനാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് അതിൽ തന്നെ വയ്ക്കുമായിരുന്നു പണ്ട്. അതുപോലെ ചക്ക വയ്ക്കും, മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴം മഞ്ഞ കളറാണ്. ഇതെല്ലാം പണ്ട്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ചിലർ സ്വർണ്ണ കോയിൻ വയ്ക്കും. പൈസ ഉള്ളവരൊക്കെ സ്വർണ്ണ കോയിൻ വയ്ക്കും, പൈസ ഇല്ലാത്തവർ സാധാരണ കോയിൻ വയ്ക്കും. ചിലർക്കെന്ന് പറഞ്ഞാൽ വിഷു വന്നാലും ഓണം വന്നാലും ഒക്കെ എന്താണ് ഭഗവാനെ നമ്മളൊന്ന് രക്ഷപ്പെടണമല്ലോ, ഒരു മടുപ്പുള്ള ഭാവമാണ് അല്ലേ. എങ്കിലും അവർ അവസാന നിമിഷമാകുമ്പോൾ കണ്ണൻ്റെ ഫോട്ടോ വയ്ക്കും. ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോയിനാണ് അത്. കണിക്കൊന്ന എവിടെന്നെങ്കിലും പറമ്പിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരും. എവിടെന്നെങ്കിലുമൊക്കെ ഒരു ചക്കയൊക്കെ കിട്ടുമായിരിക്കും അവർക്ക്, മാമ്പഴവും. അതെങ്കിലും വെച്ച് വിഷുവിന് കണി കാണിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കെങ്കിലും ഭഗവാൻ അവരെ ഒന്ന് ഐശ്വര്യസമ്പൂർണമായൊരു ജീവിതം ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥനയായിരിക്കും. ഉറപ്പായിട്ടും ആവും. അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയാൻ നേരത്ത് അവർക്ക് അതല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയോടെങ്കിലും പറയാനായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് കണിയൊരുക്കാൻ പോലും ഒരു ഗതിയില്ലാതെ വന്നിട്ട് ഭഗവാൻ തന്നെ എവിടെ നിന്നൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് സംഘടിപ്പിച്ച് തന്നു. ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങളെ ഭഗവാൻ പരീക്ഷിച്ചതായിരുന്നു. ഭാവിയിൽ അപ്പോൾ പറയാം, ഇന്നിങ്ങനെ ഇത്രയും ഒരു നല്ല കാലമായി, ഞങ്ങൾ അത്രയും കഷ്ടപ്പാടുണ്ട്. ഭഗവാനെ മറക്കാതെ ശുദ്ധമായിട്ട് വന്ന് വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ കണിയും കണ്ട് ഭഗവാനെ തൊഴുതിട്ടാണ് ഇന്നൊരു നല്ല കാലം ഉണ്ടായേക്കണമെന്ന്. പുതിയ തലമുറയിൽ
പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സുകൊണ്ട് കുറേ പേർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഭഗവാന്റെ പരീക്ഷണമാണ്. നിങ്ങളെ നോക്കുന്നതാണത്. നിങ്ങളെന്താ ഇപ്പം ചെയ്യണേ? ഇത്രയും കാര്യങ്ങളൊക്കെ കാരണം പലയിടത്തും പ്രകൃതിയെ ദ്രോഹിക്കുകയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളതിലുണ്ടോ എന്നും കൂടി ഭഗവാന്റെ ഒരു നോട്ടം ഉണ്ടാവും. കാരണം നമ്മുടെ ഭക്തനായ ഇവൻ അല്ലെങ്കിൽ ഇവർ നോക്കുന്നുണ്ടോ നമ്മളെ, എന്നെ മറക്കാതെ തന്നെ വിളക്ക് കത്തിക്കുന്നുണ്ടോ, കണി കാണുന്നുണ്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ഐശ്വര്യം സമ്പൂർണ്ണമായി, അല്ലെങ്കിൽ അടുത്ത കൊല്ലം വിഷുവിന് നിങ്ങൾ വേറെ ശരിക്കും പറഞ്ഞാൽ പുതിയ ആൾക്കാർ വേറെ ലെവലിലാവും. അപ്പം നമുക്ക് പുറകോട്ട് അയ്യോ ഭഗവാനെ ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ശരിയല്ലേ? അന്ന് അങ്ങനെ ചെയ്തു. കാരണം എന്താ? ഇതെല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ പ്രകൃതിയെ സ്നേഹിച്ച് പൂജിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതൊക്കെ ഭഗവാൻ തന്നെ തരും. അപ്പം ഞാൻ പറയാൻ നേരത്ത് കുറേ പേര് പറയും ഞാൻ കൃഷ്ണൻ്റെ ഭക്തനാണ്. എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാ ഭഗവാന്മാരും എന്നാ പറഞ്ഞ് എനിക്ക് കൃഷ്ണനെ ഇഷ്ടമല്ല അഴുകി അങ്ങനെയൊന്നുമില്ല, ഗുരുവായൂരപ്പനാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് വിളിക്കണത് തെക്കനപ്പനെ ആയിരിക്കും, ശിവൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജനിച്ച് വളർന്നതെല്ലാം വേളോറോട്ടം ക്ഷേത്രത്തിന് മുൻവശത്താണ്. അപ്പം ഞങ്ങളെല്ലാവരും തെക്കനപ്പൻ, വടക്കനപ്പൻ, യക്ഷിയമ്മ, അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കൽക്കുളത്തമ്മ, അങ്ങനെയുള്ള ഭഗവതിമാരെല്ലാം ഞാൻ പൂജ ചെയ്യുന്ന അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് എന്ന് പറഞ്ഞ് കൽക്കുളത്തും പോയി പൂജ ചെയ്യാറുണ്ട്. വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യാറുണ്ട്. അപ്പം ചിലർ കഴിഞ്ഞ പ്രാവശ്യത്തെ കുബേരൻ മാറ്റി കൃഷ്ണനെ വെക്കാൻ പറഞ്ഞ് കൃഷ്ണനെ വെക്കാൻ, കൃഷ്ണനാ നേരം നമുക്ക് കുഴപ്പമില്ല. എല്ലാ ഭഗവാന്മാരിലും കുറച്ച് വ്യത്യാസമാണ്. കൃഷ്ണൻ നമ്മളായിട്ട് പരീക്ഷിക്കും, പല പരിപാടികളൊക്കെ ചെയ്യും. എങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് അത്രയും കഷ്ടപ്പാട് വരുമ്പോഴുള്ള സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ പുള്ളി ഓടി വരും. അതാണ് കൃഷ്ണൻ. ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും പോവാം. ഏത് സമയത്തും പോയിട്ട് ഇതാണ് എൻ്റെ കഷ്ടപ്പാട്, റെഡിയാക്കണം എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ശിവനാണ്. നമ്മൾ ഏതവസ്ഥയിലും പോയി ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ശനിയോ എന്തും ആയിക്കൊള്ളട്ടെ, ഇതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല. മനസ്സിലായേ? അപ്പം അതുകൊണ്ട് സൗമ്യനായിട്ടിരിക്കുന്ന ഭഗവാൻ കൂടിയാണ്. എപ്പോഴാ തൃക്കണ്ണ തുറക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമ്മുടെ കഷ്ടപ്പാട് കണ്ട് നമുക്കെതിരെ നിൽക്കുന്നവനിടയ്ക്ക് ഭഗവാൻ തൃക്കണ്ണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെയൊന്നുമില്ല. നമ്മൾ ഭഗവാന്മാരെ ഇതെല്ലാം നമ്മൾ എല്ലാ ജാതിയിലുള്ള ജാതി മതസ്ഥരിലുള്ള ഭഗവാനെയൊക്കെ നമ്മൾ ഇപ്പോൾ പള്ളിയുടെ അവിടെയാണ് നമ്മൾ നേർച്ചയിടാറുണ്ട്. അങ്ങനെയുള്ള കാര്യം എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം മുസ്ലിം പള്ളിയാണെങ്കിലും നമ്മുടെ കൂട്ടുകാർ കുറേ സഹോദരങ്ങളുണ്ട്, അവരുമൊക്കെ വിഷു ആഘോഷിക്കാറുണ്ട്. പാൽപ്പായസം അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു ഇതങ്ങനെയാണ്. പള്ളിയിൽ ഇത് വരാൻ നേരത്തൊക്കെ നമ്മളത് തൊഴാനും ഒക്കെ പോകും. അപ്പം അതുകൊണ്ട് കൃഷ്ണനെ മാത്രം ഇഷ്ടമുള്ളൊരു ഇതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് പേർക്ക് അതൊക്കെ ഞാനതൊന്നും കൂട്ടാറില്ല ഇങ്ങനെ. അപ്പോൾ പറയുന്നവർ പറയട്ടെ. ഇപ്പം എൻ്റെ റീപ്ലൈ ഒക്കെ കിട്ടുന്നവരും ഒക്കെ അവർക്കറിയാം എന്താ കാര്യങ്ങളെന്ന്. കമൻറ്റിൽ പലരും പറയും. അപ്പം അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ഐശ്വര്യപൂർണ്ണമായി തന്നെ കണി. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ വെക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ വെക്കുന്നവർക്ക് കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്ക് പുതിയ വീട് അങ്ങനെയുള്ളവർക്കൊക്കെ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പം ഉരുളിയിലാണ് ഇത് വെക്കണമെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കണി വെള്ളരി വയ്ക്കുക, മറ്റുവാണെങ്കിൽ കദളിപ്പഴം, ഞാലിപ്പൂവൻ പഴം കിട്ടും, അത് വയ്ക്കുക. അതുപോലെ തന്നെ ചങ്ങഴിയിൽ നെല്ല് ഇടുക. അതുപോലെ തന്നെ നാഴിയിൽ കുറച്ച് അരി, പിന്നെ ചെറിയൊരു പാത്രത്തിൽ എന്തെങ്കിലും കുറച്ച് പൈസ, നാണയം, ഇപ്പോൾ കോയിൻസ് ഉണ്ടെങ്കിൽ കോയിൻസ്, അതായത് ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. കണി വെള്ളരി വേണം, ചക്ക, മാങ്ങ, നല്ല പഴുത്ത മാങ്ങയുണ്ട്. അത് ചിലർ ഞെട്ടോടുകൂടിയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതാണേലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ചക്ക, മാങ്ങ, തേങ്ങ ഒരെണ്ണം വയ്ക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പിള്ളേരും എല്ലാവരും ഒക്കെ ഉറ്റു നോക്കണം. ചിലരൊക്കെ ഇന്ന് പറിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ കണിക്കൊന്ന
കണിക്കൊന്ന വയ്ക്കുക. അതായത് കണിക്കൊന്നയാണ് ഏറ്റവും മെയിൻ എന്നാണ് വിഷുവിന് അല്ലേ, വേറൊന്നും ഇല്ലല്ലോ നമ്മൾ കണിക്കൊന്ന. അപ്പം അത് വയ്ക്കുക. ഭഗവാനൊരു മഞ്ഞപ്പട്ട് തന്നെ ഉടുപ്പിക്കുക. വേറൊന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ ചെയ്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചിലർ വെണ്ണ വയ്ക്കുന്നുണ്ട്, ചിലർ എന്താ പറയുന്നത് മഞ്ചാടിക്കുരു വെക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ കണി വെള്ളരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടാണ്, ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ എന്തുകൊണ്ട് നമ്മൾ വിഷുക്കണിയിൽ കണി കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു ആശംസകൾ തന്നെ ഞാൻ നേരുവാണ്. അപ്പം പറ്റുന്നവരുടെ എല്ലാവരുടെയും വീട്ടുകാരുടെ പേരും നക്ഷത്രമൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇനിയും കാണുക. അപ്പം എന്തെങ്കിലും സംശയമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട്, അതായത് എന്തെങ്കിലും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ഇപ്പോഴത്തെ ഇനിയുള്ള മാറ്റങ്ങൾ, ജോലി സംബന്ധമായിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഉത്സവമൊക്കെ ആണ്, തിരക്കായിരുന്നു. അപ്പം ഓരോരുത്തരുടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയച്ചോളൂ, നോക്കാം കേട്ടോ. അപ്പം ഇതെത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കുക, ഇവരുടെ പേരും നാളും ഒക്കെ അയയ്ക്കുക. അപ്പം ഞാൻ പൂജ കഴിച്ചോളാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണമായൊരു വിഷു ആശംസയുണ്ട്. നമസ്കാരം. ജീവേഷ്.